150 രൂപ ചേച്ചിയെടുത്ത് പെട്രോൾ അടിക്കാൻ വന്നിട്ട് ചേച്ചി 210 രൂപ അടിച്ചു. അതും ഡീസൽ. അതോ കടി ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ആ വണ്ടി തള്ളിക്കൊണ്ടുവരുന്നത് പെട്രോളില്ലാണ്ടോന്നല്ല, രാവിലെ കൂട്ടുകാരുടെ അടുത്ത് പോയതാണ്. പെട്രോളിന് പകരം ഡീസൽ അടിച്ചെന്ന് പമ്പുകാർ. അങ്ങനെ കുറച്ച് ദൂരം ഓടിയതിന് ശേഷമാണ് വണ്ടിയിൽ നിന്ന് പുകയും കാര്യങ്ങളും വരുന്നുണ്ടെന്ന് മനസ്സിലായത്. പെട്രോളിന് പകരം ഡീസൽ അടിച്ചെന്നാണ്. ഓ, നിന്റെ ബുദ്ധി വിമാനമാണല്ലോ. പോക്കുണ്ടായി കഴിഞ്ഞാൽ വണ്ടി ഓടാറിയ ഓടാത്ത വണ്ടിയോടെ വച്ചാൽ പോയി. പോയി സെക്കൻഡ് പിള്ളേർ അപ്പുറത്ത് ചിക്കനായിട്ടുള്ള അതിന്റെ അപ്പുറത്ത് അത് നമ്മുടെ ഇല്ലില്ല, 150 രൂപയ്ക്ക് അടിക്കാൻ പറഞ്ഞു. അത് 210 രൂപയ്ക്ക് അടിച്ചു. ബാക്കി 66 രൂപ. അരമണിക്കൂറായി നിൽക്കുന്നു. അക്ഷയനെ അങ്ങോട്ട് വിളിച്ചുകൊണ്ടേണ്ട്. വീഡിയോ കാര്യങ്ങളെന്താ കാണിച്ചു കൊടുക്കുവാണു. ഒരു ചേച്ചിയാണ് അത് അടിച്ചത്. അപ്പോൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താവും എന്തോ നോക്കി നോക്കാം. സോ CCTV ഫുട്ടേജസൊക്കെ പരിശോധിച്ചപ്പോൾ അവർക്ക് മനസ്സിലായി അവരുടെ ഭാഗത്ത് തന്നെ തെറ്റെന്ന്. അതുകൊണ്ട് തന്നെ നമ്മുടെ വണ്ടി ശരിയാക്കാനുള്ള ക്യാഷ് ഫുള്ള് അവർ തരുന്നോളാം എന്ന് നമ്മളോട് പറഞ്ഞു. അങ്ങനെ അടുത്തുള്ള ഹോണ്ട സർവീസ് സെൻറ്ററിലോട്ട് നമ്മുടെ വണ്ടി ഒരു ഗുഡ്സ് വണ്ടിയിൽ കൊണ്ടുപോയി. ചോദിച്ചിട്ടില്ല, അവിടെ പോയി പറയണം. 216 അടി ലാസ്റ്റ് കുഴപ്പമില്ല. 60 രൂപ വണ്ടി കൊടുത്തു. പോകുമ്പോൾ വണ്ടി വിളിക്കില്ല. അതായത് ബസ്സിൽ ആളുകൾ നല്ല പുറകിൽ അങ്ങനെ നമ്മൾ ഹോണ്ട സർവീസ് സെൻറ്ററിലോട്ട് എത്തി. വണ്ടി സർവീസിനിട്ടു. ഒരു 2-3 ദിവസത്തിൻ്റെ വർക്ക് ഉണ്ടെന്നാണ് പറഞ്ഞത്. കാർബറേറ്റർ ക്ലീനിങ്, അതുപോലെ തന്നെ ടാങ്ക് ക്ലീനിങ്, കുറച്ച് അങ്ങനെ 2-3 കാര്യങ്ങളുണ്ട് എന്നാണ് പറഞ്ഞത്. സോ നമ്മുടെ വണ്ടിയുടെ വർക്കെല്ലാം കഴിഞ്ഞിട്ട് തിരിച്ച് കിട്ടിയിട്ടുണ്ട്. ഏകദേശം 590 രൂപയുടെ വർക്ക് ആയിട്ടുള്ളൂ. ആകെ കാർബറേറ്റർ ക്ലീൻ ചെയ്തു, അതേപോലെ ഫ്യൂൽ ലൈൻസും ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതുമാത്രമേ നമുക്ക് വർക്ക് വന്നിട്ടുള്ളൂ. നമ്മൾ ആദ്യം ഹോണ്ടയിൽ ബില്ല് പേ ചെയ്തു. ആ ബില്ലെടുത്തിട്ട് പെട്രോൾ പമ്പിൽ കൊണ്ടുകൊടുത്തു. അപ്പോൾ അവർ നമുക്കത് വൗച്ചറായിട്ട് തന്നു. നമ്മളൊരു 216 രൂപയുടെ പെട്രോളാണ് അടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് അവർ ഡീസൽ മാറ്റി അടിച്ചത്. അപ്പോൾ ആ ക്യാഷ് നമുക്ക് തിരിച്ചു തന്നു. ആ പൈസക്ക് നമ്മൾ പെട്രോളിന് അടിച്ചു. അങ്ങനെ വണ്ടി കുഴപ്പമൊന്നുമില്ല.